യുദ്ധ സാഹചര്യം മുതലെടുത്ത് സൗദിയിൽ നിന്നുള്ള പ്രവാസികളെ കൊള്ളയടിച്ച് വിമാന കമ്പനികൾ. ഏപ്രിൽ 18-ന് വിസ കാലാവധി അവസാനിക്കാനിരിക്കെ കുത്തനെയാണ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടിയത്. യുദ്ധ സാഹചര്യം മുതലെടുത്തുകൊണ്ട് സൗദിയിൽ നിന്നുള്ള പ്രവാസികളെ കൊള്ളയടിക്കുകയാണ് വിമാന കമ്പനികൾ. ഏപ്രിൽ 18-ന് വിസ കാലാവധി അവസാനിക്കാനിരിക്കെ കുത്തനെയാണ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടുന്നത്. സാധാരണ സർവീസുകൾ റദ്ദാക്കിക്കൊണ്ട് സ്പെഷ്യൽ സർവീസുകൾ മാത്രമാണ് ഇന്ത്യൻ കമ്പനികൾ നിലവിൽ നടത്തിവരുന്നത്. ഇത്തരം സർവീസുകൾക്ക് കൊള്ള നിരക്കാണ് കമ്പനികൾ ഈടാക്കുന്നത്. യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് സൗദി പ്രവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നിലവിൽ സൗദിയുടെ എയർലൈനുകൾ കേരളത്തിലേക്ക് സേവനം നടക്കുന്നുണ്ടെങ്കിലും വലിയ തുകയാണ് ടിക്കറ്റിനായി നൽകേണ്ടി വരുന്നത്. തുക നൽകാൻ തയ്യാറാണെങ്കിലും പലപ്പോഴും ആവശ്യത്തിന് ടിക്കറ്റുകളും ലഭ്യമാകുന്നില്ല. യുദ്ധം ആരംഭിച്ചതു മുതൽ നിർത്തിവെച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾ സാധാരണ സേവനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നത് സ്പെഷ്യൽ സർവീസുകൾ മാത്രമാണ്. അതായത് ചാർട്ടേഡ് സർവീസുകളാണ് ഇപ്പോൾ നൽകുന്നത്. ഇവയ്ക്കാണെങ്കിൽ ശരാശരി 3000 മുതൽ 3500 റിയാൽ വരെയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഏപ്രിൽ ആദ്യ ആഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ നിരക്ക്. ഏപ്രിൽ 18-ന് വിസ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് വിമാന കമ്പനികളുടെ കൊള്ളലാഭം. സ്പെഷ്യൽ സർവീസുകളുടെ പേരിൽ പ്രവാസിയുടെ കഴുത്ത് പിടിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. സ്പെഷ്യൽ സർവീസുകൾ നടത്താമെങ്കിൽ സാധാരണ സർവീസുകൾ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നാണ് പ്രവാസികൾ ചോദിക്കുന്നത്. ഏപ്രിൽ 18-ന് മുമ്പായി ഉംറ വിസക്കാരടക്കമുള്ളവർ രാജ്യം വിടേണ്ടതുണ്ട്. ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റുകൾ പലതും അവസാന ഘട്ടത്തിൽ ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടാവുന്നുണ്ട്. അതിനാൽ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ പരമാവധി നേരത്തെ തന്നെ രാജ്യം വിടുന്നതായിരിക്കും നല്ലത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.